രണ്ട് കടുവ ഇവിടെ ഉണ്ടായിരുന്നു, നേരിട്ട് കണ്ട്. പിന്നെ അതിന് നമ്മളെ കണ്ടതിന് ശേഷം വന്നിട്ട് അങ്ങനെ മുകൾ ഭാഗത്തേക്ക് പോയി വീണ്ടും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടാ പോയത്. അത് ഫോറസ്റ്റുകാർക്ക് എന്ന് വെച്ചാൽ അത് കഴിച്ചോട്ടെ, നിങ്ങൾ കുഴിച്ചിട്ടാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ നമ്മളവരത്ത് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കേരളം തമിഴ്നാടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മനുഷ്യർക്ക് ഒരു വിലയില്ല. ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ ഇതിന്റെ ആയിരിക്കും. അത് ഇത് മാന്തിയിട്ടാണ്. മാന്തിയിട്ടുണ്ട് കേട്ടോ, മാന്തി നോക്കിയിട്ടുണ്ട്. 4-5 വർഷമായിട്ട് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ആളുകളെ ഉപദ്രവിക്കുക. പിന്നെ ഈ ഭാഗത്ത് തന്നെ 3-4 വർഷം മുമ്പേ ഒരു കടുവനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. അത് നരഭോജിയായിട്ടുള്ള ഒരു കടുവയായിരുന്നു. നമ്മുടെ ഈ ഭാഗത്തു കൂടെയാണ് അത് കണക്ട് ചെയ്ത് പോയത്. കുറച്ചപ്പുറത്ത് പോയി 2-3 പേരൊക്കെ പിടിച്ച് കൊന്നു. 2008-2009 ആ സമയത്ത് UPA കാലത്താണ് ഇത് വീണ്ടും ആളുകൾ താമസിക്കുന്ന സ്ഥലം വരെ റിസർവ് ഫോറസ്റ്റിൽ മാർക്ക് ചെയ്തത്. മാന്തി നോക്കിയിട്ടുണ്ടല്ലേ? കുറച്ച് മാന്തി നോക്കിയിട്ടുണ്ട്. കടുവ മാന്തിയിട്ട് നോക്കിയിട്ടുണ്ട്. കുറച്ച് വലിപ്പം എന്ന് പറയുന്നത് നമ്മള് ഇമാജിൻ ചെയ്തതിനെക്കാട്ടിലും വലിയ വലിപ്പമാണ്. സാധാരണ ഏകദേശം എന്നിട്ട് നമ്മളിവിടെ പിടിച്ച ഹിസ്റ്ററി തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ കൊന്ന ഹിസ്റ്ററി തന്നെ ഉണ്ട് ഇവിടെ. നരഭോജി കടുവകള് 1-2 ഏകദേശം എല്ലാം 400 കിലോക്ക് മുകളിലാണ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. കരടി ചപ്പ് പറിക്കുന്ന സമയത്ത് കൈ പിടിച്ച് ഇവിടുന്ന് അങ്ങനെ സ്കിന്നും ഫ്ലഷും ഒക്കെ എടുത്ത് ഇവിടെ അങ്ങനെ ഒരു കാടും കാണുന്നില്ല. അതെ, കണ്ടാൽ ഒരു പ്രശ്നമല്ല. ഫുള്ള് തേയിലത്തോട്ടാണ്. ഇതിന്റെ ഉള്ളിലും മൃഗങ്ങൾ ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൂ. കുറച്ച് വൈകുന്നേരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയ എല്ലാം അതെ. ആളാക്രമിക്കുന്ന സംഭവം എന്ന് വെച്ചിട്ട് ഒരു 4-5 വർഷമായിട്ടുള്ളൂ നടക്കുന്നത്. അതിന് മുമ്പൊക്കെ നമ്മൾ ഇതിലൂടെ കളിച്ചു വളർന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ നമ്മളെ പശുവിനെ പിടിച്ച സമയത്ത് തന്നെ അവരതിനെ പിടിക്കാനുള്ള സൗകര്യമോ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഒന്നും അവർ സംസാരിക്കില്ല. നിങ്ങൾക്ക് എന്താണ്, നമുക്ക് 30,000 രൂപ 20 ലിറ്റർ കറക്കുന്ന പശുവാണ്. നമുക്ക് ഒരിക്കലും നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. വിലയുടെ കാര്യമല്ല, നമുക്കതൊരു എമോഷണലി അറ്റാച്ച്ഡ് ആണ് ഒരു പശുവിന്. അച്ഛന് നല്ല വിഷമമുണ്ട്, ഇപ്പോഴും അവർക്കത് മാറുന്നില്ല. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട് നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലുള്ള ദേവർശാലയ്ക്കടുത്തുള്ള മേഫീൽഡ് എന്ന് പറയുന്ന പ്രദേശത്താണ്. ഒരാഴ്ചയ്ക്ക് മുന്നേ, കൃത്യം ഒരാഴ്ചയ്ക്ക് മുന്നേ, ഞാനിന്ന് സംസാരിക്കുന്ന ഒരു വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ഒരു പ്രദേശത്ത് 2 സമയത്തായിട്ട് 2 പശുക്കളെ കടുവ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 2 കടുവ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതായത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പ്രദേശത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലെ വന്യമൃഗ പ്രശ്നം പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ വന്യമൃഗ പ്രശ്നങ്ങൾക്ക് ഒരു പഞ്ഞവും ഇല്ലാത്ത ഒരു നാടാണ്. അതുപോലെ ജനം പൊറുതിമുട്ടി ആനയെ കൊണ്ടും കടുവയെ കൊണ്ടും പുലിയെ കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ നിരവധി തവണ നമ്മൾ നിരവധി എപ്പിസോഡുകൾ നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലെ പല ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ ദേവർശാല മേഫീൽഡിലാണുള്ളത്. കഴിഞ്ഞ ആഴ്ച അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ നേരിട്ടൊന്ന് പോയി കാണാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതിൽ ഒരു സ്ഥലം, അതായത് ഒരു പശുവിനെ പിടിച്ച സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ആ പ്രദേശം ഒന്ന് നേരിട്ട് കണ്ട് അതിനെക്കുറിച്ചൊന്ന് ബോധ്യപ്പെടാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ. നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ കാണുന്നതാണ് മേഫീൽഡ് എന്ന് പറയുന്ന പ്രദേശത്തെ പാടികളാണ് ഈ കാണുന്നത്. ഇതുപോലെയുള്ള പാടികളിലാണ് ഇവിടെയുള്ള ഭൂരിഭാഗം ആളുകൾ താമസിക്കുന്നത്. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള പ്രദേശത്താണ് ഈ ഒരു കടുവയുടെ ആക്രമണം ഉണ്ടായത്. ഈ കാണുന്നതാണ് റിസർവ് ഫോറസ്റ്റിൻ്റെ സ്ഥലം. ഇത് എന്തേരം ഉണ്ടാവും? അത് ഇനി അങ്ങോട്ട് ഒരുപാട് കണക്റ്റഡ് ആണ്. അത് നമ്മുടെ മുതുമലയായിട്ട് കണക്റ്റഡ്. ഇപ്പൊ ദേവൻ എന്ന് പറയുന്നത് ഈ ഫോറസ്റ്റിന്റെ അപ്പുറത്തുള്ള ഗ്രാമമാണ്. അത് കഴിഞ്ഞ് ഫുള്ള് കണക്റ്റഡ് ആയിട്ടാണ്. നമുക്ക് അവിടെ ആട് കണ്ടോ? ഇവിടൊക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളാണ്, എല്ലാം ഫോറസ്റ്റുകാർ ഒഴിവാക്കിച്ചു. ഇതൊക്കെ പട്ടയമുള്ളതാണോ? ഇല്ല, ഇതൊക്കെ സെക്ഷൻ 7 ആണ്. പക്ഷെ ഈ ഭാഗത്തേക്ക് പട്ടയുണ്ടല്ലേ? പട്ടയുണ്ട്. പട്ടയുള്ളതും ഇല്ലാത്തതായിട്ട് മിക്സ് ആയിട്ട് കിടക്കുന്നത് അല്ലേ? അതെ, ഇങ്ങോട്ട് പട്ടയുണ്ട്. ഈ ഭാഗത്തേക്ക് ചെട്ടിയന്മാർക്ക് നല്ല പട്ടയുണ്ട്. അപ്പോൾ ഏതായാലും ഇതുപോലെയുള്ള പാടികളാണ് നമ്മളിവിടെ നോക്കുമ്പോൾ. ഏത് ഭാഗത്തായിട്ടാ? ഓക്കെ. മാനല്ലേ? മാനാണ്, മാനന്നെ. 4-5 ഉണ്ട്. മാനല്ല, കൂട്ടാ പുറകെ വരുന്നുണ്ട്. അതിന്റെ മുകളിലാണ് പണിയും കോളനി. അവിടെ ആള് നിൽക്കുന്നുണ്ടോ? ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതായത് ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ഒരു കടുവ ഇറങ്ങിയിട്ട് 2 പശുക്കളെയാണ് പിടിച്ചത്. 2 പ്രദേശത്തു നിന്നാണ് പിടിച്ചേക്കുന്നത്. നമ്മൾ ആ ഒരു പ്രദേശം കാണാനായിട്ടാണ് പോകുന്നത് കേട്ടോ. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം പാടികൾ, എസ്റ്റേറ്റ് പാടികൾ, ലൈൻസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാം. വളരെ മുകളിൽ നിന്ന് നമുക്ക് കാണുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇതുപോലെ പശുക്കളെയും ഒക്കെ ഇങ്ങനെ
തുറന്നു വിട്ടാണ് ഇവർ തീറ്റിക്കുന്നത്. അങ്ങനെ തീറ്റിച്ച് കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുള്ള പ്രദേശത്ത് വെച്ചാണ് 2 പശുക്കളെ പിടിച്ചത്. അതിന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് സക്കീർ ഹുസൈൻ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്? ഇത് മേഫീൽഡ് ആണ്. ദേവർശോല മേഫീൽഡ് എന്ന് പറയും. നീലഗിരിയിൽ പെട്ടതാണ്. ഇത് എപ്പോഴാണ് സംഭവം നടന്നത്? നമുക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച നമുക്ക് ഉച്ചയ്ക്ക് ഉപ്പ സാധാരണ വന്ന് നോക്കാറുണ്ട്. അന്ന് പള്ളി ആയതുകൊണ്ട് നമ്മൾ സാധാരണ അങ്ങനെ മേച്ച് ചെയ്തൊക്കെ എസ്റ്റേറ്റിന്റെ സ്ഥലങ്ങളാണ്. സെക്ഷൻ 70 പെടുന്നതാണ്. അപ്പൊ നമ്മൾ ഈ വയലില് ഈ പുല്ലുള്ള സ്ഥലങ്ങളിലാണ് പശുക്കളെ മേക്കാറ്. അതേപോലെ മേഞ്ഞ് നടക്കാറാണ് നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ അന്ന് പള്ളി ആയതുകൊണ്ട് ഉപ്പയും വേറൊരാൾ കൂടെ ഉണ്ട്. അങ്ങനെ മാറി നോക്കലാണ്. അന്ന് ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷമാണ് ഇപ്പൊ ഇത് പകല് തന്നെ പിടിച്ചത്. സാധാരണ ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടാവാറില്ല. ഇത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 30 വർഷത്തില് ആദ്യമായിട്ടാണ്. നമുക്ക് സാധാരണ പുള്ളിയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് അത്ര ഒരു ത്രെട്ടല്ല നമുക്ക്. മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും അത്ര വലിയ പ്രശ്നമല്ല. പക്ഷെ ഇത് കടുവ എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു പ്രശ്നമാണ്. 2 ചേർന്നാണ് പിടിച്ചത്. 2 ഒരുമിച്ച്. ഒരു തള്ളയും കുട്ടിയാണ്. കുട്ടിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ കുട്ടിയാണ്. അപ്പൊ പിടിച്ചതിന് ശേഷം ചോര കുടിച്ച് അവിടെ ഇട്ട്. അപ്പോൾ വൈകുന്നേരം ഒരു 3-4 മണിയാകുമ്പോഴത്തേന് പശു വീട്ടിലേക്ക് സാധാരണ വരും. അന്ന് വന്നില്ല. അപ്പോഴാണ് നമ്മളിത് അന്വേഷിച്ച് ഇറങ്ങിയപ്പോഴാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, കുറച്ച് അങ്ങോട്ട്. അപ്പുറത്തൊക്കെ മാന്തിക്കണോ? ചാവാനുള്ള കടി എവിടെ കിട്ടിക്കണോ? ചോര കുടിച്ചിട്ടുണ്ടാവില്ലേ? എല്ലാവരും ചാവൂലല്ലോ. ഇല്ലല്ലോ, ഒരു പണിയില്ല. ഒന്നും ചെറിയ സാധനം അടിച്ചിട്ടുള്ളൂ. അത്ര വലിയ സാധനമൊന്നുമില്ല. പുല്ലെന്തോ അടിച്ചു. നമ്മളിതൊക്കെ അടിച്ചതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എന്താ പറയുക? ഇവിടെ ചെറിയ സാധനങ്ങളുണ്ട്. മറ്റേ കടു തന്നെ അല്ലേ, ടൈഗറില്ലേ? ചെറുത് പുള്ളിയല്ല, മറ്റേത് സാധാരണ മേയുന്ന സ്ഥലങ്ങളാണ്. ആളുകളൊക്കെ ഈ വഴി ഉപയോഗിക്കാറുണ്ട്. സ്കൂളിൽ ഇതിന്റെ മുകളിൽ ഹോളി ക്രോസ് സ്കൂളുണ്ട്. കുറച്ച് മുകളിൽ. ഇതിന്റെ ഈ കുന്നിന്റെ ആ ഭാഗത്ത് ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ പോകുന്ന സ്ഥലമാണ്. ആളുകളൊക്കെ ഇതില് സ്ഥിരം പോകുന്ന വഴികളാണ്. ഇവിടെയൊക്കെ മൊത്തം വീടുകളുള്ള സ്ഥലമാണ്. അതായത് ഗ്രൗണ്ടാണ്. വലിയ ടൂർണമെന്റ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പൊ ഒരു ടൂർണമെന്റ് കഴിഞ്ഞേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ടൂർണമെന്റ് ഇപ്പൊ നടക്കാൻ പോകും. കുറച്ച് ഒരു മാസത്തിനുള്ളിൽ നോമ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കും. അതെ. ആ സ്ഥലം ഒന്ന് കാണിച്ചല്ലോ. ഇതെല്ലാം എസ്റ്റേറ്റിന്റെ സ്ഥലങ്ങൾ തന്നെയല്ലേ? എസ്റ്റേറ്റിന്റെ അത് സെക്ഷൻ 70 ആണ്. സെക്ഷൻ 70 എന്ന് പറയുമ്പോൾ എന്താ? സെക്ഷൻ 70 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ലാൻഡിന് പട്ടയം ഇല്ലാത്ത ലാൻഡുകളാണ്. പക്ഷെ ഓൾറെഡി കൈവശ സ്ഥലമായതുകൊണ്ട് കര അടക്കുന്ന സ്ഥലമാണ്. അത് നമുക്ക് ഉള്ളോടത്തോളം ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ പേരിലേക്ക് ഇതുവരെ അത് മാറ്റി കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇല്ല, അത് എസ്റ്റേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഗ്രൗണ്ടിന്റെ അപ്പുറം എന്ന് പറയുന്നത് നമുക്ക് പക്ക പട്ടാ ലാൻഡാണ്. ഇതുവരെ നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷെ അങ്ങോട്ടും ഈ ഒരു ആനയുടെയും ആന ഇറങ്ങുന്നുണ്ട്. ആനയുണ്ട്, കരടിയുണ്ട്. ആന ഓൾമോസ്റ്റ് ഓൾ ഡേയ്സ് വരാറുണ്ട്. ഇപ്പൊ ഒരു 2-3-4 ദിവസമായിട്ടൊന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു. അതായത് ഈ സ്ഥലത്തിന്റെ കുറച്ച് മുമ്പ് സ്ഥലം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 വർഷം മുമ്പേ ഒരു ചപ്പ് പറിക്കുന്ന ഒരു സ്ത്രീയെ കരടി പിടിച്ചതാണ്. കരടി പിടിച്ച് കയ്യില്, അതെ, ഇവിടെ തന്നെ ഈ സ്ഥലം തന്നെ കരടി ചപ്പ് പറിക്കുന്നത് സമയത്ത് കൈ പിടിച്ച് ഇവിടുന്ന് അങ്ങനെ സ്കിന്നും ഫ്ലഷും ഒക്കെ എടുത്ത് എന്നിട്ട് അങ്ങനെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നൊരു സമയമായിരുന്നു. ആള് രക്ഷപ്പെട്ടു. പക്ഷെ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആളാക്രമിക്കുന്ന സംഭവം എന്ന് വെച്ചിട്ട് ഒരു 4-5 വർഷമായിട്ടുള്ളൂ നടക്കുന്നത്. അതിന് മുമ്പൊക്കെ നമ്മൾ ഇതിലൂടെ കളിച്ചു വളർന്ന സ്ഥലങ്ങളാണ്. ചെടിയിലൂടെ നമ്മൾ കളിക്കും. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളെയും ഇവിടെ ഉണ്ടായതല്ല. ഇവിടെ ഇതൊക്കെ തേയിലെന്നുള്ളുന്നില്ല ആൾക്കാർ. അതെ, തേയിലെന്നുള്ളുന്ന, എന്നാലും പകല് തേയിലെന്നുള്ളുന്ന സ്ഥലങ്ങളാണിത്. അപ്പൊ അവരെ എങ്ങനെയാ? അതെ, ഇവിടെ അങ്ങനെ ഒരു കാടും കാണുന്നില്ല. അതെ, കണ്ടാൽ ഒരു പ്രശ്നമല്ല. ഫുള്ള് തേയിലത്തോട്ടം. അതെ, ഫുള്ള് തേയിലത്തോട്ടാണ്. ഇതിന്റെ ഉള്ളിൽ മൃഗങ്ങൾ ഉണ്ടാവും. നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളൂ. കുറച്ച് വൈകുന്നേരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയ എല്ലാം സാധനം ഉണ്ടല്ലേ? അതെ. അതായത് ഇത് പറഞ്ഞാൽ തന്നെ വൈകിട്ട് സമയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥലമൊക്കെ ഇതിൻ്റെ നിറം എങ്ങനെ ആയിരിക്കില്ല.
അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫോറസ്റ്റ് തന്നെയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള തേയിലത്തോട്ടാണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ കടുവ ചിലപ്പോൾ വിശ്രമിക്കുന്നുണ്ടാവും, കരടി ഉണ്ടാവും, ആന പിന്നെ തൊട്ടടുത്ത ആന ഫോറസ്റ്റിൽ ഇറങ്ങുന്നത് അല്ലേ? ആന ഫോറസ്റ്റ്. പക്ഷെ അതും പറഞ്ഞില്ല, വൈകുന്നേര സമയങ്ങളിലാണ് ഇത് കൂടുതൽ ഇറങ്ങുക. എല്ലാം ദൂരേന്നാ വരുന്നത്? അല്ല, ദൂരെന്ന് റിസർവ്ഡ് ഫോറസ്റ്റ് നിന്ന് ഇറങ്ങുന്നതാണ്. പക്ഷെ ഇത് നമുക്കിപ്പോ ഓൾറെഡി നമുക്ക് നല്ലോണം അറിയാം. കേരളം തമിഴ്നാടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ മനുഷ്യർക്ക് ഒരു വിലയില്ല. അത് 100% ഉറപ്പാണ്. അപ്പം നമ്മൾ പശുവിനെ പിടിച്ച സമയത്ത് തന്നെ അവരതിനെ പിടിക്കാനുള്ള സൗകര്യമോ അങ്ങനെയുള്ള ഒരു ഓപ്ഷനൊന്നും അവർ സംസാരിക്കില്ല. നിങ്ങൾക്ക് എന്താണ്, നമുക്ക് 30,000 രൂപ, 20 ലിറ്റർ കറക്കുന്ന പശുവാണ് നമുക്ക്. 20 ലിറ്റർ കറക്കുന്ന പശുവിന് 30,000 രൂപ. അതൊരിക്കലും നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു 1/3 പങ്കേ ഉള്ളൂ. നമുക്കതിനെ വിൽക്കുകയാണെങ്കിൽ ഒരു 80,000-90,000 രൂപ കിട്ടും. അത് 3ാമത്തെ പ്രസവമാണ്. ഇപ്പോഴീ സമയത്തൊക്കെ കിട്ടാൻ നല്ല വില കിട്ടുന്നതാണ്. അത് നമ്മൾ വിലയുടെ കാര്യമല്ല, നമുക്കതൊരു എമോഷണലി അറ്റാച്ച്ഡ് ആണ് ഒരു പശുവിന്. അച്ഛന് നല്ല വിഷമമുണ്ട്, ഇപ്പോഴും അവർക്കത് മാറുന്നില്ല. ഇപ്പോൾ വേറൊരു പശുവിനെ മേടിക്കണം എന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞാനതിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. കാരണം വെച്ചാൽ പിടിച്ച് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ കുഴിച്ചിട്ടു, അടുത്ത ഗ്രാമത്തിൽ പോയിട്ട് വേറൊരു പശുവിനെ പിടിച്ചു. അതെ, അത് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ട് അവിടുന്ന് ദേവർശോല കഴിഞ്ഞ സർക്കാർ മൂലം എന്ന് പറയും, അവിടുന്ന് ഒരു പശുവിനെ പിടിച്ച്. അപ്പോൾ ഇതൊരു കണ്ടിന്യൂറ്റി അങ്ങനെ ചെയിനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചത്, നമ്മൾ വീണ്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്താണ് കാര്യം? നമുക്കതൊരു ഓൾറെഡി നഷ്ടമാണ്. നമുക്കൊരു അച്ഛനാണെങ്കിൽ ഒരു 50 വർഷത്തിന് മുകളിലായിട്ട് പശുവിനെ തന്നെയാണ് നോക്കുന്നത്. ഞാൻ പഠിച്ചതും, ഇപ്പം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുണ്ട്, എന്നെ പഠിപ്പിച്ചതും നമ്മളെല്ലാം നോക്കുന്നത് ഈ പശുവിനെ കൊണ്ടാണ്. അപ്പോൾ അത് എനിക്കായാലും ആർക്കായാലും നമുക്ക് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്മെന്റ് ഉണ്ട്. അതായത് നമുക്ക് ആ സ്ഥലത്തേക്ക് പോകട്ടെ. അവർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് പശുക്കൾ ഏത് ഗ്രാമത്തിലാണേലും കർഷകർക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത് നമുക്ക് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ഇവിടെ ഞാൻ നീലഗിരി ഡിസ്ട്രിക്റ്റിൽ പല പ്രാവശ്യം പല പ്രദേശങ്ങളിൽ പോയപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം, കൂടുതലും മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഒരു 80% മലയാളികളായിരിക്കും അല്ലേ? 80% മലയാളികളായിട്ടുള്ള, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് വന്ന് ഇവിടെ പണ്ട് കാലത്ത് വന്ന് നമ്മൾ അങ്ങ് മറ്റേ കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് വയനാടും മറ്റ് ജില്ലകളിലൊക്കെ വന്ന് കയറി പാർത്ത പോലെ ഇവരൊക്കെ ഇങ്ങോട്ട് വന്നവരാണ്. ഇതുപോലെ തേയിലയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് എല്ലാവരും തന്നെ. നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ഒക്കെ ബിഫോർ ഇൻഡിപെൻഡൻസ് ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ടുള്ള ആളുകളാണല്ലേ? മഞ്ചേരിയാണ് നമ്മുടെ സ്ഥലങ്ങൾ, മഞ്ചേരി, പെരിന്തൽമണ്ണ. അപ്പൊ അങ്ങനെ എല്ലമല വഴി കാട്ടിലൂടെ വന്ന ആളുകളാണ് നമ്മളൊക്കെ. അതെ, ഞങ്ങളിവിടെയാണ് ജനിച്ചു വളർന്നത്. അങ്ങനെ പോവാം. ഇതെല്ലാം ഇത് HML എസ്റ്റേറ്റ് അല്ലേ? ഹാരിസൺ മലയാളത്തിന്റെ എസ്റ്റേറ്റ് ആണ്. മേഫീൽഡ്. അതെ, മേഫീൽഡ്. കരടി ഇവിടെ നിന്നാണ് കറക്റ്റായിട്ട് പിടിച്ചത്. ഈ വന്നല്ലേ ആ സ്ത്രീയെ ഏകദേശം ആ മുകളിൽ നിന്ന് കാണുന്ന അതെ. 1 വർഷം അല്ലേ? ഒരു 1.5 വർഷം മുമ്പേ. അന്ന് മുതൽ കുറച്ച് ദിവസമൊക്കെ ആളുകളെ എന്താ പറയുക, ഒരു സെക്യൂരിറ്റിക്ക് വിട്ടിരുന്നു ഹാരിസൺ മലയാളം തന്നെ. പക്ഷെ അത് എന്താ പറയുക, അതിനുശേഷം അത് നിന്നു, കമ്പിയൊക്കെ എടുത്ത് ഒരു എമർജൻസി വന്നു. പക്ഷെ അത് കണ്ടിന്യൂറ്റി ഒന്നിനും ചെയ്യാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ 100% ഒരു സെക്യൂരിറ്റി ഒന്നിനും ഇല്ലല്ലോ. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ അത് ഉള്ളത്. നമ്മുടെ ജീവൻ വന്നിട്ട് അതൊരു ലക്കാണ് ഇവിടെ ശരിക്കും പറഞ്ഞു. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു കാട്ടുപോയി കണ്ടോ, ചെറിയൊരു കാട്ടുപോയി അവിടെ അല്ലേ? അതെ, പോയി തോന്നുന്നില്ല. ഇല്ല, കാട്ടുപുലി കേട്ടോ. ആ പുള്ളിപ്പുലിയൊക്കെ വളരെ സുലഭമാണ്. നമ്മൾ കരിമ്പുലിയൊക്കെ വളരെ കൂളായിട്ട് കാണാം. നമ്മളൊരു 6-8 മണിക്ക് ശേഷമൊക്കെ ഇവിടെ വന്ന അവിടെ വളരെ കൂളായിട്ട് കാണാം. അത് മനുഷ്യനങ്ങനെ തേയിലെന്നുള്ളി വരികയാണ്. അതൊന്നും മനുഷ്യനങ്ങനെ ഉപദ്രവിക്കാറില്ല. പക്ഷെ കടുവയാണ് നമുക്ക്. പിന്നെ ആന. ആനയെ പിന്നെ നമുക്ക് എവിടെ നിന്ന് കാണാം. അതെ, ഈ കടുവയെ നമുക്ക് വളരെ ഡേഞ്ചറാണ്. ഈ ഇതൊക്കെ നുള്ളുന്നല്ലേ? അതെ, ഇതൊക്കെ തേയില സ്ഥിരമായിട്ട് നുള്ളുന്നതാണ്. പക്ഷെ പുറത്ത് വന്ന വാർത്ത എന്താണെന്നറിയോ? നിങ്ങളിവിടെ പശുവിനെ കാട്ടിൽ അഴിച്ചു വിട്ട് കാട്ടിൽ നിന്ന് ഇത് പിടിച്ചെന്നുള്ള രീതിയിലാണ് വാർത്ത വന്നത്. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്, നേരിട്ട് വന്നിട്ട് എനിക്കത് കൺഫേം ചെയ്യാനായിട്ട് ഞാൻ നേരിട്ട് വന്നത്. നമ്മളൊരിക്കലും റിസർവ് ഫോറസ്റ്റിലേക്ക് ഒരിക്കലും പശുവിനെ കയറ്റാറില്ല. പിന്നെ അച്ഛനെന്ന് പറഞ്ഞാൽ അച്ഛൻ മെയിൻ ഇതാണ്. നമുക്ക് ഇപ്പം എനിക്കിപ്പോൾ കുറേ കാലമൊക്കെ ജോലി ഇല്ലാത്ത സമയത്ത് നമുക്കാണിത് ഒരു സപ്പോർട്ടിങ് ലൈഫ് ലൈൻ എന്ന് പറയുന്നത് പശുവാണ്. അപ്പോൾ നമ്മളതിനെ നന്നായിട്ട് നോക്കും. അച്ഛന് എന്താ പറയുക, രാവിലെ വിട്ടാൽ പോലും ചായ കുടിച്ച് വീണ്ടും അതിനെ നോക്കാനും
എല്ലാത്തിനും നമ്മൾ ഉണ്ടാകും. ഇതാണ് ഈ ഡാം എന്ന് പറഞ്ഞത്. അതെ, ഇതാണ് വെള്ളത്തിന് ചെക്ക് ഡാം അല്ലേ? ചെറിയൊരു ചെക്ക്. അതിന്ന് ഉറവ വരുന്നത് അങ്ങനെ അതിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് അങ്ങനെയാണ് കൊണ്ടുപോകാറ്. ഇങ്ങനെ പോകും. അന്നൗത്ത്. ആഹാ, മാന്തിക്കണോ? പശുവിനെ കുഴിച്ചിട്ടാ? ഇതെവിടെയാണ് കുഴിച്ചിട്ട്? മാന്തി നോക്കിയിട്ടുണ്ടല്ലേ? കുറച്ച് മാന്തി നോക്കിയിട്ടുണ്ട്. കടുവ? കടുവ മാന്തിയിട്ട് നോക്കിയിട്ടുണ്ട് കുറച്ച്. അവിടെ ഇവിടെയൊക്കെ മാന്തി നോക്കിയിട്ടുണ്ടല്ലേ? അതെ. മാന്തി നോക്കിയേക്കുന്ന കേട്ടോ ഈ കാണുന്നത്. അതായത് കടുവ പിന്നെയും വന്ന് നോക്കിയിട്ടുണ്ട്. ഇവിടെ തന്നെ കിടന്നേ? ഇവിടെ തന്നെ ആണല്ലേ? ആണല്ലേ? പിന്നെ ഇത് നേരിട്ട് കണ്ടല്ലേ? അത് നമ്മളെന്ന് വെച്ചാൽ ഓൾറെഡി എന്ന് വെച്ചാൽ അത് ഉച്ചക്ക് പിടിച്ചിരുന്നു. പിന്നെ വൈകുന്നേരം നമ്മൾ വന്നേക്കാണ് ഇത് ചത്ത് കിടക്കുന്ന കണ്ടേ. അതിനുശേഷം പിന്നെ നമ്മൾ രാത്രി ഒരു 2-3 ഗ്രൂപ്പ് വന്ന് നോക്കി. ഒന്ന് വന്നിട്ട് നമ്മുടെ അളിയനാണ്. അളിയൻ വന്ന് നോക്കി, അവിടെ നിന്ന് ടോർച്ചടിച്ച് നോക്കിയപ്പോ തന്നെ പറഞ്ഞു നമുക്ക് 2 കടുവ ഉണ്ടെന്ന്. അതെ, ഒരു 7 മണിക്ക് ശേഷം. അതിനുശേഷം അച്ഛനും എല്ലാവരും കൂടെ നമ്മൾ ഒന്നുകൂടെ വന്ന് നോക്കി എന്താണ് അവസ്ഥ എന്ന് വെച്ചാൽ അതിനെ കാല് കെട്ടി വെക്കാൻ ഫോറസ്റ്റുകാർ പറഞ്ഞു. നമുക്കൊരു പ്രൂഫ് വേണ്ടേ, ഒരു കോമ്പൻസേഷൻ കിട്ടണമെങ്കിൽ. അപ്പൊ നമ്മൾ കെട്ടി വെക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് വന്ന് അടിച്ചപ്പോൾ 2 എണ്ണം ഇവിടെ ഉണ്ട്. 2 കടുവ ഇവിടെ ഉണ്ടായിരുന്നു, നേരിട്ട് കണ്ട്. പിന്നെ അതിന് നമ്മളെ കണ്ടതിന് ശേഷം വന്നിട്ട് അങ്ങനെ മോൾ ഭാഗത്തേക്ക് പോയി. വീണ്ടും നമ്മളെ തിരിഞ്ഞു നോക്കിയിട്ടാ പോയത്. അത് മോൾ ഭാഗത്ത്. അതെ, ഒരു സ്മെല്ല് വരുന്നുണ്ടല്ലോ ഇതിന്റെ ആയിരിക്കും അല്ലേ? അതെ, അത് ഇത് മാന്തിയിട്ടാണ്. കടുവ തന്നെ മാന്തിയിട്ടുണ്ട് കേട്ടോ, മാന്തി നോക്കിയിട്ടുണ്ട്. കടുവ അങ്ങനെയൊക്കെ ചെയ്യൂല. അതാണ് ഇവര് ഈ ക്ലോറിൻ ഇട്ടേ. നമ്മൾ ക്ലോറിന് നമ്മൾ ഇട്ടതാണ് മാന്താതിരിക്കാൻ. പിന്നെന്താ ഈ 30,000 രൂപ മാത്രമേ നഷ്ടപ്പെട്ടു? അതായത് ഇപ്പോ നമുക്ക് ലോജിക്കലി നോക്കിയാൽ നമുക്ക് ഫോറസ്റ്റ് 30,000 രൂപ തരുന്നുണ്ട്. പിന്നെ വന്നിട്ട് ഒരു ട്രസ്റ്റ് ഉണ്ട്, അവര് നമ്മളെ ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതിനെ ബറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 3,000 മിനിമം തരാറുണ്ട്. അത് നമുക്ക് ക്രെഡിറ്റ് ആകാൻ 1.5 മാസം വരെ എടുക്കാം. അത് കിട്ടാതിരിക്കാം. പക്ഷെ ഇപ്പോൾ ഓൾറെഡി നമുക്ക് കിട്ടിയത് 30,000 ആണ്. ആ 30,000 എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി അതിനെ ബറി ചെയ്യാൻ അറൗണ്ട് 5,000 നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ചിലവാക്കണം. ഫോറസ്റ്റുകാർക്ക് എന്താ വെച്ചാൽ അത് കഴിച്ചോട്ടെ, നിങ്ങൾ കുഴിച്ചിട്ടാലും കുഴപ്പമില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ നമ്മളവർക്ക് എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അവർക്ക് വന്നിട്ട് ഫസ്റ്റ് അവരുടെ കൺസിഡറേഷൻ ആനിമൽസ് ആണ്. ഹ്യൂമൻസിന് ഒരു വാല്യൂ ഇല്ല ഇവിടെ. അപ്പോൾ നമുക്ക് ഒരു ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 25,000 ആണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പശുവിന് കിട്ടില്ല. ഒരു പശുവിന് കിട്ടണമെങ്കിൽ ഒരു 10 ലിറ്റർ കിടക്കുന്ന പശുവിന് കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് 50,000 രൂപ 60,000 രൂപ കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഈ കാര്യത്തിലൊക്കെ കേരളം ഭയങ്കര വളരെ. അതെ, നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്ക് വയനാട് ബത്തേരി ആയിട്ടൊക്കെ നല്ല ബന്ധമുള്ളതാണ്. നമ്മൾ പോകുമ്പോൾ തന്നെ കാണാം അവിടെ ഫെൻസിങ് ഉണ്ട്, ട്രെഞ്ച് കീറിയിട്ടുണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത് കുന്നു കഴിഞ്ഞ റിസർവ്ഡ് ഫോറസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ പിടിച്ചു കഴിഞ്ഞാൽ അതിന് നഷ്ടപരിഹാരമെങ്കിലും കിട്ടും.
അതെ അതെ, അങ്ങനെ ഒരു ട്രെഞ്ചിങ്ങും ഒരു പരിപാടിയും ഇല്ല ഇവിടെ. 30,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ കളിയാക്കുന്ന ഒരു അതെ അതെ. പിന്നെ നമുക്ക് എന്താ പറയാ, സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ മേടിക്കലാണ്. സാധാരണ വന്നിട്ട് നമുക്ക് പിടിച്ച പിറ്റേന്ന് തന്നെ ഞാൻ അത് മേടിച്ചെടുക്കാൻ നോക്കി. അത് നമ്മുടെ മിടുക്കാണ്. സാധാരണ ഇപ്പോൾ ഇതിനു മുമ്പേ കുറെ പേർക്ക് 1 മാസത്തോളമൊക്കെ ഫോറസ്റ്റുകാരായിട്ട് കളിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് കാശ് വേണമെന്നോ അങ്ങനെ വീട്ടിൽ ഒരു ഇച്ചിരി അറിവും വിദ്യാഭ്യാസം ഉള്ളവരുണ്ടെങ്കിൽ അതെ, അവര് നമ്മൾ ആറ്റിറ്റ്യൂഡും അല്ലാത്ത സാധാരണക്കാരോട് വേറൊരു ആറ്റിറ്റ്യൂഡാണ്. ഇപ്പോൾ ആളുകളുടെ ഒരു വിചാരം ഇത് റിസർവ്ഡ് ഫോറസ്റ്റ് തന്നെ അല്ല. നമുക്ക് തന്നെ കാണാം, അത് സ്കൂളാണ് അവിടെ, ഹോളി ക്രോസ് കോൺവെന്റ് സ്കൂളാണ്. ഇത് എത്ര പിള്ളേർ പഠിക്കുന്നുണ്ട് അവിടെ? ഏകദേശം 1500 പിള്ളേരിലേറെ. 1500 പിള്ളേർ പഠിക്കുന്ന സ്കൂളിന്റെ ഇവിടെയാണ്. അതിന്റെ ബാക്കിലാണിത്. 2 കടുവ ചേർന്ന് ഒരു പശുവിനെ പിടിച്ചേക്കുന്നത് കേട്ടോ. ഇത്രയും സ്ഥലം ഇങ്ങനെ കുറ്റിക്കാട് പിടിച്ച് കിടക്കുന്നുള്ളൂ, ബാക്കി എല്ലാം തേയിലത്തോട്ടാണ്. ഇത് ഫോറസ്റ്റാന്ന് പറഞ്ഞാണ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും വാർത്ത വന്നിരിക്കുന്നത്. ഇതെവിടെയാണ് ഫോറസ്റ്റ് നിങ്ങളൊന്ന് പറയണം കേട്ടോ. RF ഇതിന് അപ്പുറത്താ സൈഡാണുള്ളത്. അതെ, റിസർവ്ഡ് ഫോറസ്റ്റ് കുറച്ച് അപ്പുറത്ത് ഒരു ഇവിടുന്ന് ഒരു കൽപ്പൂരക്കാട് ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ടൈനി സ്ഥലങ്ങളായിട്ടാണ്. അത് കണക്റ്റഡ് ആയിട്ടില്ല മാക്സിമം. ഒരു ഗ്രാമത്തിന്റെ 4 ഗ്രാമം ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിലൊക്കെയാണ് ഇത് വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു 50 ഏക്കർ 100 ഏക്കർ ഒരു അങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് കണക്ട് ആയിട്ടും വരുന്നുണ്ട്. നമ്മൾ ഇതിന്റെ ബാക്കിൽ നമ്മൾ വീടിന്റെ ഫോറസ്റ്റുമായിട്ടൊക്കെ കണക്ഷൻ വരുന്നത്. അതെ 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 അതെ, ഇത് തന്നെയാണ്. പക്ഷെ അത് കുറച്ച് ദൂരമൊക്കെ ദൂരമുണ്ട്. പക്ഷെ ഇപ്പോ നമ്മൾ 4-5 വർഷമായിട്ടാണ് 4-5 വർഷമായിട്ട് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം ആളുകളെ ഉപദ്രവിക്കുക. പിന്നെ ഈ ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു 3-4 വർഷം മുമ്പേ ഒരു കടുവനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഏകദേശം 450 to 500 കിലോ ഉണ്ടായിരുന്നു. അത് നരഭോജിയായിട്ടുള്ള ഒരു കടുവയായിരുന്നു. അതെ, ഈ ഭാഗത്തു കൂടെ വന്ന് നമ്മുടെ ഈ ഭാഗത്തു കൂടെയാണ് അത് കണക്ട് ചെയ്ത് പോയത്. കുറച്ചപ്പുറത്ത് പോയി 2-3 പേരൊക്കെ പിടിച്ച് കൊന്നു. 3 ആൾക്കാർ കൊന്നു. അതെ അതെ, പുതിർക്കാട് വലിയ സമരം. അതെ, സമരങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ പറഞ്ഞാൽ ഇപ്പൊ ആളുകൾക്കൊക്കെ പേടിയാണ്. അന്നത്തെ ഒരു സമരത്തിന് ശേഷം ഫോറസ്റ്റുകാര് അധികാരികളൊക്കെ അവരുടെ അധികാരം ഉപയോഗിച്ച് ആളുകളെ ഒന്ന് പേടിപ്പിച്ചു. ഇപ്പോഴും കേസ് നടക്കുന്ന എന്റെ കൂട്ടുകാരുണ്ട്. അതെ, എന്റെ കൂട്ടുകാർ വരെ ഉണ്ട്, ഇപ്പോഴും അതിന് പോകുന്നുണ്ട്. അപ്പോ ആ ആറ്റിറ്റ്യൂഡ് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ സെൻട്രലിന്റെ പവർ ആണ് ഇതെന്ന് എനിക്കറിയാം. 2010 എനിക്ക് തോന്നുന്നു ആ സമയത്താണ് നമ്മുടെ ഈ ഏരിയ ഒന്നും റിസർവ് ഫോറസ്റ്റിൽ മാർക്ക് ചെയ്തിരുന്നില്ല. 2008-9 ആ സമയത്ത് UPA കാലത്താണ് ഇത് വീണ്ടും ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലം വരെ റിസർവ് ഫോറസ്റ്റിൽ മാർക്ക് ചെയ്തത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് തന്നെ എല്ലായിടത്തും ബഫർ സോണും ബോർഡ് വെച്ചു. അങ്ങനെ ചെയ്തത് വളരെ തെറ്റാണ്. അപ്പോൾ അതിനുശേഷം വന്നിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ ചെയ്യാവുന്നതാണ്. എന്നിരുന്നാലും അവർക്ക് ചെറിയ അധികാരങ്ങൾ ഉപയോഗിച്ച് ഫെൻസിങ് വെക്കാം, കിടങ്ങ് കീറാം. പിന്നെ വന്നിട്ട് ഫോറസ്റ്റുകാർ ദേ ആർ ഓൾസോ റെസ്പോൺസിബിൾ പീപ്പിൾ. അവർക്ക് വന്നിട്ട് നാച്ചർ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എല്ലാ ഇത് എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണെന്ന്. പക്ഷെ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുന്നത് ഫോറസ്റ്റിന്റെയും പരിഗണന ഉണ്ട്. അപ്പൊ അതെ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഉണ്ട് എന്നല്ലാതെ അത് ജനങ്ങൾക്കൊരു ഇമ്പോർട്ടൻസും ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? അന്ന് എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നേ? പള്ളി പോയ സമയത്തല്ലേ? ഇതിനു മുന്നേ ഇങ്ങനെ ഏതായാലും പശുവിനെ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലേ, ആദ്യത്തെ സംഭവം അല്ലേ? അതെ. അതിനുശേഷം അടുത്ത ദിവസം തൊട്ടപ്പുറത്തെ പറമ്പിൽ പിടിച്ചു, അവിടെ നിന്ന് പിടിച്ചല്ലേ? ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലേ? ഇവിടെ അല്ലേ അതിനെ കുഴിച്ചിട്ടേക്കുന്നല്ലേ? ഇത് ചേട്ടാ പള്ളി കഴിഞ്ഞ് എത്ര മണിയായപ്പോ ഇവിടെ വന്നപ്പോൾ അത് കാണുന്നത്? സാധാരണ എല്ലാണ് ഒന്നും വന്നില്ല. ഇത് 3-3:30 മണി 4 മണിയാകുമ്പോൾ സാധാരണ വെല്ലാണ്. അതെ അതെ, അത് വന്നില്ല. പിന്നെ ഞാൻ 5 മണി ആണ് ഞാൻ അതിന് കഴിഞ്ഞ് പോയപ്പോൾ ഇങ്ങനെ പണിയന്മാർ വന്ന് അവരാണ് ആദ്യം കാണുന്നത്. അവര് വീട്ടിൽ പോയി പണിയരാണ് ആദ്യം കാണുന്നത്. വീട്ടിൽ പോയി പിന്നെ നമ്മളെ അവര് കടുവ കണ്ടിട്ടുണ്ട്. അല്ല വീട്ടിൽ പോയി പശുവിനെ കണ്ടപ്പോ പിന്നെ നമ്മളെ കുഞ്ഞു അയൽവാസികളാണ് 5:30 മണിക്ക് ഞാൻ പശുവിനെ പോയി അറിയുന്നല്ലേ? ഒറ്റ പശു ഉണ്ടായിരുന്നല്ലോ കൂടെ? അവന് പിടിച്ചോളല്ലേ? അങ്ങനെയൊരു സംഭവം 2 കടുവ കൂടി ഓണത്തിന് പിടിച്ചല്ലേ?
ഒന്ന് ഒരു തള്ളയും കുഞ്ഞുമായിരിക്കും അല്ലേ? അങ്ങനെ ആയിരിക്കും അങ്ങനെ ഹണ്ടിങ് അതല്ലേ? വലിപ്പം എന്ന് പറയുന്നത് നമ്മള് ഇമാജിൻ ചെയ്തതിനെക്കാട്ടിലും വലിയ വലിപ്പമാണ് സാധാരണ തല അല്ലേ? ഏകദേശം. എന്നിട്ട് നമ്മളിവിടെ പിടിച്ച ഹിസ്റ്ററി തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ കൊന്ന ഹിസ്റ്ററി തന്നെ ഉണ്ട് ഇവിടെ നരഭോജി കടുവകള് 1-2 ഏകദേശം എല്ലാം 400 കിലോക്ക് മുകളിലാണ്. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം. നമ്മളത് പെരിപ്പിച്ച് പറയല്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അത് ആണ് നമ്മൾ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച ഏകദേശം 500 കിലോ വരെ വലിപ്പമുള്ളതാണ്. അത്രയും വലിയ നാട്ടിൽ കാണുന്നത് വലുതാണ്, ഏറ്റവും വലുതാണ്. ഏതായാലും ഈ ഒരു പ്രദേശത്ത് വെച്ചാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കേട്ടോ. കടുവ എന്നിട്ട് നേരെ മുകളിലേക്കാണ് കയറിപ്പോ പിന്നെ വന്ന് കഴിച്ചു, കുറച്ച് കഴിച്ചു. ആണോ? രാത്രി വന്നല്ലേ? രാത്രി വന്നായിരുന്നല്ലേ? രാത്രി വന്നായിരുന്നു. രാത്രി ഇപ്പോ ഞങ്ങൾ 9 മണിക്ക് വന്ന ശേഷം ഇപ്പോ കഴിക്കായിരുന്നു. പിന്നെ അതിനുശേഷം വേറൊരു ഗ്രൂപ്പ് കൂടെ വന്നു. ആ സമയത്ത് അത് കഴിക്കാണ്. പിന്നെയാണ് അത് നിർത്തിപ്പോയത്. കാരണം ഇങ്ങനെ ആളുകൾ ഇങ്ങനെ രാവിലെ വന്ന് നോക്കിയപ്പോ ഏകദേശം കുറെ ബാക്ക് ഭാഗം നമ്മൾ കുടലും ഒക്കെ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏതായാലും ആ ഒരു പ്രദേശം കണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഇച്ചിരി സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഇതിലാണ് പുറത്തൊക്കെ വാർത്ത വന്നത് ഫോറസ്റ്റ് ആണെന്നുള്ള രീതിയിൽ. ഇതൊന്നും ഫോറസ്റ്റ് അല്ല, ഇതൊക്കെ ചെറിയ കുറ്റിക്കാടുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഇതുണ്ടോ, സേക്രഡ് ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട്. 10,500 പിള്ളേർ പഠിക്കുന്ന സ്കൂളാണ്. ഇതിൻ്റെ തൊട്ട് താഴെ അവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 200 മീറ്റർ റോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു 200-250 മീറ്റർ ഉള്ളൂ ഇങ്ങോട്ടൊക്കെ. ഇത്ര ഇവിടെ 2 കടുവ ചേർന്ന്, അതായത് ഒരു തള്ളയും അതിൻ്റെ കുഞ്ഞും, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കുഞ്ഞും കൂടെ ചേർന്നാണ് ഈ ഒരു പശുവിനെ പിടിച്ചത്. ഇത് മാത്രമല്ല, അതിന് ശേഷം തൊട്ട് അപ്പുറത്തുള്ള വേറെ ഒരു പ്രദേശത്തെ പശുവിനെ കൂടെ പിടിച്ചിരുന്നു. അപ്പോൾ നമ്മളേതായാലും ഒരു പ്രദേശത്തെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. എന്നാലും ഈ തേയിലത്തോട്ടത്തിൽ കൂടെ തന്നെ നടന്നാണ് കടുവ മുകളിലേക്ക് പോയത് കേട്ടോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിലൊക്കെ പണിയുന്ന ആളുകളൊക്കെ എത്ര റിസ്ക് എടുത്തിട്ടായിരിക്കും ഇവിടെ ജോലി ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം നേരിട്ട് ഒന്ന് കണ്ടിട്ട് ഒന്ന് ബോധ്യപ്പെടണം എന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ റിസ്ക് എടുത്ത് ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇതിൽ വളരെ ഭീകരമായ ഒരു അവസ്ഥ തന്നെ കേട്ടോ. പുള്ളിപ്പുലി നമ്മൾ വന്നപ്പോൾ കണ്ട കേട്ടോ, അത് പുലിയുടെ കാട്ടമാണ്. രോമൊക്കെ കാണാം കേട്ടോ. പുലി ഇവിടെ സുലഭമാണ്. പിടിച്ചു പോകുമ്പോൾ നമ്മൾ എത്തി നോക്കിയത്. ഇവിടെ നോക്കിയല്ലേ? വലിയ തലയായിരുന്നല്ലേ? അതെ അതെ. ഇതൊക്കെ ഇവിടെ വന്ന് വളരെ കോമൺ ആയിട്ട് കാണുന്ന കാര്യങ്ങളാട്ടോ. കരടി ഉണ്ടെന്നാണ് പറഞ്ഞത്. കരടി ഇവിടെ ഒരു എസ്റ്റേറ്റ് തൊഴിലാളി ഒരു ചേച്ചിയെ ആക്രമിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ റിസ്ക് എടുത്താണ് നമ്മൾ ഈ പ്രദേശത്തോടെ വരുന്നത് കേട്ടോ. കാരണം കടുവയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും, ഈ പ്രദേശത്തൊക്കെ തന്നെ ഉണ്ടാവും. ഏതായാലും അതന്നെ സെയിം വീടിന് വഴിക്കൊക്കെ പുലിയുടെ കാട്ടാണ് കേട്ടോ. മൊത്തം രോമമുണ്ട് ഇതിൻ്റെ അകത്ത്. ഒരുപാട് ഒരു 50 പേരിലേറെ കുറച്ച് കഴിഞ്ഞ് കളിക്കാൻ വരും. ഇപ്പോൾ ഈ കുട്ടികൾ കളിക്കുന്ന ഈ പ്രദേശത്തൊക്കെ 10-50 പിള്ളേരൊക്കെ കളിക്കുന്ന ഒരു പ്രദേശമായിട്ട് ഇവിടുന്ന് ആ കാണുന്ന പ്രദേശത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മളേതായാലും ദേവർശോല മേഫീൽഡ് എന്ന് പറയുന്ന പ്രദേശത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ആ പ്രദേശമെല്ലാം പോയി കണ്ടു. ഹംസക്ക എന്ന് പറയുന്ന ആ ഒരു കർഷകൻ്റെ പശുവിനെയാണ് കഴിഞ്ഞ ദിവസം പിടിച്ചത്. അത് മാത്രമല്ല മറ്റ് പശുക്കളെയും പിടിച്ചിട്ടുണ്ട്. ഇതിന് കുറച്ചപ്പുറത്തായിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ ഇന്ന് ഈ ഒരു പ്രദേശം ഒന്ന് കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. അവിടെയൊക്കെ എനിക്ക് കിട്ടിയ ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫോറസ്റ്റിലേക്ക് അഴിച്ചുവിട്ട് ഫോറസ്റ്റിൽ നിന്ന് കടുവ പിടിച്ചു എന്നുള്ളതൊക്കെയായിരുന്നു. പക്ഷേ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചിത്രം നേരെ വിപരീതമാണ് കേട്ടോ. അപ്പോൾ ഇത് എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ്. ഒരു ഇച്ചിരി പ്രദേശം കുറ്റിക്കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ഫോറസ്റ്റ് അല്ല. റിസർവ് ഫോറസ്റ്റൊക്കെ ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് മാറിയിട്ടായിട്ടുള്ളത്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടെ ആന, കടുവ, പുലി, കരിമ്പുലി, കരടി,
സകലമാന വന്യമൃഗങ്ങളും ഈ ഒരു പ്രദേശത്തോടെ വിഹരിക്കുന്നതാണ്. നമ്മളിപ്പോൾ തന്നെ ആ ഒരു പ്രദേശത്ത് പുലിയുടെ അടക്കമുള്ള കാട്ടങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതുമാത്രമല്ല മറ്റു പല ജീവികളെയും കണ്ടു. അത് നമുക്ക് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഏതായാലും വലിയ ബുദ്ധിമുട്ടി തന്നെയാണ് ഈ നീലഗിരി ഡിസ്ട്രിക്റ്റിലുള്ള പല ആളുകളും ഉള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മലയാളികളായിട്ടുള്ള ആളുകളാണ് ഇവിടെ പണ്ട് കാലത്ത് ഇവിടെ കുടിയേറി പാർത്ത ആളുകളാണ്. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞ ഒരു അവകാശം പോലും ഇല്ലാത്ത രീതിയിൽ അവരിങ്ങനെ ഇവിടെ കഴിഞ്ഞു പോവുകയാണ്. ഒത്തിരി ആളുകൾ ഇവിടെ താമസിക്കുന്ന പ്രദേശമാണ് ഇതൊന്നും. പക്ഷേ അവരുടെ പല ആവശ്യങ്ങളും ഇവർ നടത്തി കൊടുക്കുന്ന പോലുമില്ല. പക്ഷേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളം ഒത്തിരി ഭേദമുണ്ട്. നമ്മൾ കേരളത്തിൽ വന്യജീവി പ്രശ്നം ഒത്തിരി രൂക്ഷമായിട്ട് നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ പോലും ഇതിനെക്കാട്ടും ഒക്കെ ഒത്തിരി ഭേദമാണ് നമ്മുടെ നാട്ടിൽ. അവിടെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് തീരുമാനം, ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ആ പശുവിന് 20 ലിറ്റർ പാല് കിട്ടുന്ന ഒരു പശുവിന് നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കുക. നമ്മൾ പാലത്തിൻകടവ് പ്രദേശത്തൊക്കെ ഉണ്ടാണ്. അവിടെയൊക്കെ 80,000 രൂപ 90,000 രൂപ ഒക്കെ അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തതൊക്കെ ഞാൻ കേട്ടതാണ്. പക്ഷേ ഇവിടെ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് വെറും 30,000 രൂപയാണ്. അപ്പോൾ ആ കർഷകനെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് അവരും സ്വീകരിച്ചത്. ഏതായാലും ഇവിടെ ഒന്നും ആരും ചോദിക്കാനൊന്നുമില്ല. കാരണം ഇവർക്ക് പ്രത്യേകിച്ച് ഇവർക്ക് ഒരു പട്ടയം സെക്ഷൻ 70 പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥലം ഉപയോഗിക്കാം എന്നല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ലാത്ത ഇങ്ങനെ നിൽക്കുകയാണ്. ഏതായാലും ആളുകൾ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് കേട്ടോ. ഏതായാലും ആ ഒരു പ്രദേശം നമ്മൾ കണ്ടു, അവിടുത്തെ ബുദ്ധിമുട്ടുകൾ നമ്മൾ മനസ്സിലാക്കി. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലാണ് കാണിക്കാവുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു